പൂത്തിരി കത്തിച്ച് തീപിടിച്ചെന്ന ആരോപണം ഉയർന്ന കൊമ്പൻ എന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന. അപാകതകൾ കണ്ടെത്തിയെന്നും പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയെന്നും RTO പറഞ്ഞു. അപകടമുള്ള പൂത്തിരി അല്ലെന്നും പൂത്തിരി കത്തിച്ച ബസിന്റെ മുകളിലല്ല തീപിടുത്തമുണ്ടായെന്നുമാണ് ബസ്സുകാരുടെ നിലപാട്. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വിനോദയാത്ര പോകും മുൻപ് ബസിന് മുകളിൽ പൂത്തിരി കത്തിച്ചെന്ന ആരോപണത്തിലാണ് 2 ബസ്സുകളും പത്തനംതിട്ടയിലേക്ക് വിളിച്ച് പരിശോധന നടത്തിയത്. 2 ബസ്സുകളും RTO വിശദമായി പരിശോധിച്ചു. ഒരു ബസ് ഓടിച്ചു നോക്കി. സ്പീഡ് ഗവേണർ പ്രവർത്തിക്കാത്തതടക്കം അപാകതകൾ കണ്ടെത്തി. വൈകുന്നേരം 4 മണിക്ക് മുൻപ് ഇവ പരിഹരിച്ചാൽ തുടർ നടപടികൾ ഒഴിവാക്കും. വാഹനത്തിനകത്ത് കൂളിംഗ് ഫിലിമുകൾ, ഡാർക്ക് ഫിലിമുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ സ്മോക്ക് ഒക്കെ ഉള്ളിലേക്ക് സ്മോക്ക് സ്പ്രേ ചെയ്യുന്ന ടൈപ്പ് ആ ഒരു മെഷീൻ കണ്ടെത്തുകയുണ്ടായി. അതൊക്കെ മാറ്റേണ്ടത് തന്നെയാണ്. അതൊന്നും അനുവദനീയമല്ല. അതുപോലെ തന്നെ വാഹനം ഓടിച്ചു നോക്കുമ്പോൾ 90 കിലോമീറ്റർ വേഗത്തിലൊക്കെ ഓടിക്കാൻ കഴിയുന്നുണ്ട്. അതിനർത്ഥം GPS സംവിധാനം വർക്ക് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പം ഞങ്ങൾ കണ്ടെത്തിയ ഒരു 10ഓളം പോയിന്റുകളുണ്ട്. അതിപ്പോൾ ഇവർക്ക് കൊടുക്കും. ഇവരതുകൂടെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കാണിച്ചാൽ മാത്രമേ ഇതിനകത്ത് വിടുതൽ കിട്ടൂ. ബസ്സുകളിൽ നിന്ന് നേരത്തെ പിഴ ഈടാക്കിയിരുന്നു. വിനോദയാത്ര ആഘോഷങ്ങൾ വ്യാപകമാണെന്നും മറ്റ് ടൂറിസ്റ്റ് ബസ്സുകളുടെ യാർഡിലും പരിശോധന നടത്തുമെന്നും RTO പറഞ്ഞു. അതേസമയം പൂത്തിരി